യേശു മശിയായിട്ട് വന്നപ്പോൾ യേശുവിനെ അവർ തിരസ്കരിക്കുകയാണ് ചെയ്തത്. ഇന്ന് ആ ആഗോള നേതാവ് ലോകഭരണം ഏറ്റെടുക്കാൻ പോവുക. അദ്ദേഹം 7 വർഷം ഇവിടെ അതിഭീകരമായ താണ്ഡവമാക്കി. 3.5 വർഷം കഴിയുമ്പോൾ ആ ടെമ്പിളിൽ, ആ ദേവാലയത്തിൽ, യഹൂദൻ ദേവാലയത്തിൽ അവൻ തൻ്റെ വിഗ്രഹം സ്ഥാപിച്ച് അവനവിടെ നമസ്കരിക്കാൻ പറയുമ്പോൾ യഹൂദൻ എതിർത്തും. അങ്ങനെ ഒരു 3/2 ഛേദിക്കപ്പെടും. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ ഭീകരമായ ഈ പീഡനത്തെ പറ്റി പറയുന്നുണ്ട്. ഇസ്രായേൽ ഈസ് ഗോയിങ് ടു ഫേസ് the severest, greatest great tribulation in their life. ഒരു ചെറിയ ഭാഗം യേശുവിൽ ആ സമയത്ത് വിശ്വസിക്കും. 144,000 ആൾക്കാർ, യഹൂദന്മാർ തന്നെ യേശു വിശ്വസിക്കുമെന്ന് പറയുന്നുണ്ട്. 2 സുവിശേഷന്മാരോടെ അവിടെ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ചോദിച്ചതുപോലെ ബൈബിളിൽ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിക്കുന്നത്. വെദർ ഐ ട്രസ്റ്റ് ഇറ്റ് ഓർ നോട്ട്, ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ബൈബിൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്താണ്. ഇറ്റ്സ് എ സ്ക്രിപ്ചറൽ ഫുൾഫിൽമെന്റ് വാട്ട് വി ആർ സേയിങ്. വാസ്തവത്തിൽ അതിന് വിശദമായിട്ട് നമുക്കറിയത്തില്ല എങ്കിലും ബൈബിൾ എന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോള മാന്ദ്യം വരാൻ പോകുന്നു, ഡിക്റ്റേറ്റർ ഏറ്റെടുക്കാൻ പോകുന്നു, യേശു ക്രിസ്തു വിശ്വസിച്ചതെല്ലാം ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നു. പിന്നീട് 7 വർഷം കഴിഞ്ഞ് അവരെല്ലാവരും തിരിച്ചു വന്ന് യേശു ക്രിസ്തുവിൻ്റെ കാല് ഒലിവ് മലയിൽ തൊടുമ്പോൾ അത് 2ആയിട്ട് വിഭജിക്കാൻ പോകുന്നു. അതിനുശേഷം യേശു ക്രിസ്തുവിടെ 1000 ആണ്ട് വാഴാൻ പോകുന്നു. യേശു ക്രിസ്തു വിശ്വസിച്ചവരും കൂടെ അതാ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ 6 മാസം ഇതെല്ലാം ബൈബിൾ പ്രൊഫസിയാണ്. ആ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എങ്ങനെ ആയിരിക്കും? ഇന്ത്യ എന്ന് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ആക്ച്വലി ഇന്ത്യ എല്ലാം എതിരുമല്ലോ. സകല അമേരിക്കയും കൈവിടും. ഇസ്രായേൽ മാത്രം സ്വന്തമായി ഇരിക്കും. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ബൈബിൾ എഴുതിയിട്ടുണ്ട് 20 കോടി കാലാൽപ്പട യാത്ര ചെയ്യാൻ പോകുന്നത്. ചൈന പണിയുന്ന ആ റൂട്ടുണ്ടല്ലോ, സിൽക്ക് റൂട്ട്, BRI പറഞ്ഞത് റോഡ് ആൻഡ് സീ ഇനീഷ്യേറ്റീവ്. ആ റോഡിൽ കൂടെ 20 കോടി കാലാൽപ്പട ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോകാൻ പോകുന്നത്. ഇസ്രായേലിനെതിരായിട്ട് അർമഗദോൻ യുദ്ധത്തിന് വേണ്ടി പോകാൻ പോവുകയാണ്. ഇസ്രായേലിനെതിരായിട്ട് സകല രാഷ്ട്രങ്ങളെ ദൈവം തന്നെ കൂട്ടിവരുത്തുന്നത്. ഇസ്രായേലിൻ്റെ സകല രാഷ്ട്രങ്ങളും വരും. ആ സമയത്താണ് ഇസ്രായേൽക്കാരെ അർമഗദോൻ യുദ്ധം എന്നാണ് അതിന് പറയുന്നത്. ജസ്രീൽ വാലി അതെങ്ങനെയാണെന്ന് അതെങ്ങനെയാണ് കിടക്കുന്നത്? യൂഫ്രട്ടീസ് നദി വറ്റിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ചരിത്ര സംഭവം, ഇതെല്ലാം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ആളുകൾ കാലാൽപ്പണ വരുമെന്നും യൂഫ്രട്ടീസ് നദി വറ്റുമെന്നും അതിനുശേഷം ആ അർമഗദോൻ യുദ്ധത്തിൻ്റെ അവസാനം ഇവർക്കറിയാം മശിഹായെ വരണമെന്ന്. അന്നേരമാണ് യേശു ക്രിസ്തു വിശ്വസിച്ച ജനങ്ങളും കൂടെ തിരിച്ച് വരുന്ന ഒലിവ് മലയിൽ തൻ്റെ കാല് കുത്തുന്നത്. അങ്ങനെ യേശു ക്രിസ്തു ഭരണം ഏറ്റെടുക്കാൻ പോകുന്നതിൻ്റെ ഒരു നാന്ദിയാണ്, ആരംഭമാണ് ഇന്നത്തെ യുദ്ധം.